ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അവർ പൂജാരിമാരാണല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. വിമതരാണോ, വിമത വൈദികരാണോ, കൂരിയായ വൈദികരാണോ ക്രിമിനലുകൾ? ക്രിസ്ത്യാനികളല്ലാത്ത കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിമെത്രാസന മന്ദിരത്തിൽ വിമത വൈദികർ അതിക്രമിച്ച് കയറി അവിടെ അക്രമം അഴിച്ചു വിട്ടപ്പോൾ അതിൽ പോലീസുകാർ ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികളല്ലാത്ത പോലീസുകാർ പറയുകയാണ്, അവരുടെ ഈ അക്രമം കണ്ടപ്പോൾ ഞങ്ങളുടെ പോലീസിൻ്റെ രീതി അനുസരിച്ച് പെരുമാറണമെന്നൊക്കെ തോന്നിയതാണ്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞിരുന്ന സംയമനം പാലിക്കണം. അതിനേക്കാളേറെ ഞങ്ങളെല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരാ. ഇവർ പൂജാരിമാരാണല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പൂജാരിമാരാണല്ലോ, അവരെങ്ങനെ അടിക്കും? അവർ ഈ വിമത വൈദ്യർ എത്രയൊക്കെ അക്രമം കാണിച്ചിട്ടും ഞങ്ങൾ സംയമനം പാലിച്ചത് മേലധികാരികൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഇവർ പൂജാരിമാരാണല്ലോ എന്ന് ഞങ്ങൾ കരുതിയത് കൊണ്ടാണ്. ക്രൈസ്തവ പൗരോഹിത്യത്തിന് മുഴുവൻ, പുരോഹിതന്മാർക്ക് മുഴുവൻ മായ്ച്ചു കളയാൻ പറ്റാത്ത നാണക്കേടാണ് ഈ വിമത വൈദികരുണ്ടാക്കിയത്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേൾക്കണോ? ഈ വിമത വൈദികർ അതിക്രമിച്ച് കയറി, എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അറിയാം അവരാണ് അതിക്രമിച്ച് കയറിയത്. എന്നിട്ടും അവർ പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ നുണകളുടെ പരമ്പര തന്നെ. അത് ചിലതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുക. വീണ്ടും, പോലീസ് ആരെയാണ് അനുസരിക്കുന്നത്? മതരാഷ്ട്രീയ നേതൃത്വത്തെയോ? പോലീസിൻ്റെ തലപ്പത്തുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ, സർക്കാരല്ലേ? ഈ വിമത വൈദികരാണോ പോലീസ് അനുസരിക്കേണ്ടത്? അത് പോലീസിൻ്റെ അധികാരികളെയും അതിന് മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയോ? പോലീസ് ആരെയാണ് അനുസരിക്കുന്നത്? മതരാഷ്ട്രീയ നേതൃത്വത്തെയോ? മതരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചിലപ്പം കൂരിയ സർക്കാരിൻ്റെ പോലീസിനെ വിളിച്ചത് കൊണ്ടായിരിക്കാം. എന്നാലും രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലേ പോലീസ് അനുസരിക്കേണ്ടത്? പോലീസിന് മുകളിലുള്ളവരും അതിന് മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലേ അനുസരിക്കേണ്ടത്? വിമതരെയാണോ? ഇപ്പോൾ വിഷയം പോലീസിൻ്റെ കള്ളക്കേസ്. ഇതവരുടെ വാക്കുകളാണ്. ഇപ്പോൾ വിഷയം പോലീസിൻ്റെ കള്ളക്കേസ്. പോലീസാണോ കള്ളക്കേസ് ഉണ്ടാക്കിയാണ്? ആണോ? അല്ലല്ലോ, ഇവരല്ലേ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പോലീസ് വിമതർക്ക് എടുത്തിരിക്കുന്നത് കള്ളക്കേസാണോ? അല്ലല്ലോ. വൈദികർ കോടതിയിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ അത് ഉദ്ദേശിക്കുന്നത്, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി, അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും നമുക്ക് ചിരിക്കാൻ വക നൽകുന്നത്, അതിക്രമിച്ച് കയറുന്നത് വിമത വൈദികർ, ആക്രമണം നടത്തുന്നത് വിമത വൈദികർ, പ്രാർത്ഥന യജ്ഞമാണെന്ന് നുണ പറയുന്നത് വിമത വൈദികർ, അവിടെ തീറ്റും കുടിയും വിമത വൈദികർ, വാതിൽമിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് വിമത വൈദികർ, പോലീസുകാരനെ ആക്രമിക്കുന്നത് വിമത വൈദികർ, അവർ ഉന്തിട്ട് തള്ളിയിടുന്നത് വിമത വൈദികർ, എന്നിട്ട് സ്വയം മരത്തിൽ പോയി ഇടിച്ച് കൈ ഒടിഞ്ഞെന്ന് അഭിനയിക്കുന്നത് വിമത വൈദികർ. ലോകം മുഴുവൻ ഇതറിയാം. ഇതറിയില്ലെന്ന് പാമ്പളാനി പിതാവും തട്ടിൽ പിതാവും നടിക്കരുത്. വീണ്ടും അവരുടെ വാക്കുകൾ, ഞങ്ങളുടെ വൈദികരെ ഇരുമ്പ് കൂടിനുള്ളിലാക്കി ബന്ദികളാക്കി. പോലീസ് ഞങ്ങളുടെ വൈദികരെ ഇരുമ്പ് കൂടിനുള്ളിലാക്കി. നല്ല വാക്ക്, ഇരുമ്പ് കൂട്. അവിടെ ഇവർ അതിക്രമിച്ച് കയറിയപ്പോൾ പോലീസ് ബാരക്കേഡ് വെച്ച് തടഞ്ഞു. അതിനാണ് ഇരുമ്പ് കൂട്. പക്ഷെ ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്യമൃഗങ്ങളെയാണ് നമ്മൾ ഇരുമ്പ് കൂടിൽ വയ്ക്കുക, അങ്ങനെ ഉള്ളിലിടുക. വിമത വൈദികർ വന്യമൃഗങ്ങളെക്കാൾ ആക്രമണ സ്വഭാവം കാണിച്ചു. വന്യമൃഗങ്ങൾ തീറ്റ കിട്ടിയാൽ കുറച്ചേരത്തി ഒതുങ്ങും. വിമത വൈദികർ അവിടെ തീറ്റയും കുടിയും, അതിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, തീറ്റയും കുടിയും ഒക്കെയാണ്. അപ്പോൾ അവർ അക്രമശക്തി കൂടുകയാണ്. അപ്പോഴാണ് ഈ ബാരക്കേഡെല്ലാം കെട്ടി അവരെ നിയന്ത്രിക്കാനായിട്ട്. നമ്മുടെ ഈ സമരാഭാസങ്ങൾക്ക് പോകുന്ന അവരുടെക്കാളൊക്കെ എത്രയോ മോശമാണ് ഇവരുടെ രീതി. എന്നിട്ട് അതിൻ്റെ ആക്ഷേപം അല്ലെങ്കിൽ സഭയ്ക്കുണ്ടാക്കുന്ന മാനക്കേട് അത് മെത്രാന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നിടത്താണ് വിസ്മയം എന്ന് പറയില്ലേ, നമുക്കൊരു ആശ്ചര്യം, വി ആർ അസ്റ്റോണിഷ്ഡ് എന്നൊക്കെ പറയില്ലേ, ഞെട്ടിപ്പോകുന്നത്, നമ്മൾ അമ്പരപ്പിക്കുന്നത്. കൂരിയ പോലീസിനെ വിളിച്ചു വരുത്തി, അവരുടെ മറ്റൊരു ആരോപണമാണ്. കൂരിയയിൽ 3 വൈദികർ പോലീസിനെ വിളിച്ചു വരുത്തി. അതല്ലേ വേണ്ടത്? നമ്മുടെ വീട്ടിൽ ആക്രമണകാരികൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? പോലീസിനെ അറിയിക്കല്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ട സംഗതി. അപ്പോൾ പോലീസിനെ വിളിച്ചതല്ലേ ശരി? അരമനയിൽ വന്ന വൈദികരെ കൂരിയ ബന്ദികളാക്കി. അരമനയിൽ വരികയല്ലോ, വരികയാണെങ്കിൽ മുൻവശത്തെ വാതിലൂടെ വന്ന് ബെല്ലടിച്ചിട്ട് അങ്ങനെയല്ലേ കയറുക.
ഇത് വേറൊരു വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അതിലെ അതും മഫ്തിയിൽ മുണ്ടെടുത്തോ പാൻസെട്ടൊക്കെ വന്ന് അകത്ത് വന്ന് ലോഹയൊക്കെ ധരിച്ചതിന് ശേഷം ആക്രമണം അഴിച്ചു വിട്ടിട്ട് അരമനയിൽ വരിക എന്ന് പറയാ വാക്ക്. അതിക്രമിച്ച് കയറിയെന്നല്ലേ പറയുക. നിങ്ങളുടെ വീട്ടിൽ ആക്രമണകാരികളോ കവർച്ചക്കാരോ ഇങ്ങനെ അതിക്രമിച്ച് കയറിയാൽ അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഉടനെ പോലീസിനെ അറിയിക്കും. അതല്ലേ കൂലിയെ ചെയ്തേ? അതല്ലേ വേണ്ടത്? അത് നമ്മുടെ നിയമം, ഈ കൂലിയക്കാർ നിയമം കയ്യിലെടുത്ത് അവരെ തിരിച്ച് തള്ളണമായിരുന്നോ? അതല്ലല്ലോ ചെയ്തത്. കൂലി ചെയ്തതല്ലേ ശരി. എന്നിട്ട് ക്രിമിനൽ കൂലി അത്രേ. എന്താ ക്രിമിനാലിറ്റി മുഴുവൻ ചെയ്യുന്നത് വിമത വൈദികർ. അവരാണ് ക്രിമിനൽസ്. എന്നിട്ട് അത് മറച്ചു പിടിക്കാൻ കൂലിയാണ് ക്രിമിനൽ എന്ന് പറയുക. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? അരമനയിൽ പോലീസിന് വിന്യസിച്ചു ക്രിമിനൽ കൂരിയ. ഈ പ്രസ്താവനയ്ക്കെതിരെ കൂരിയാലും അംഗങ്ങൾ കേസ് കൊടുക്കണം. ക്രിമിനൽ കൂരിയ എന്ന് വിളിക്കുന്നത് അതിനെതിരെ കേസ് കൊടുക്കണം. എന്തുകൊണ്ട് പോലീസിന് വിന്യസിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കൂരിയയുടെ അധികാര ദുർവിനിയോഗം. അങ്ങനെയാണെങ്കിൽ തട്ടിൽ പിതാവും അല്ലേ മെത്രാന്മാരല്ലേ ഇവർ നിയമിച്ചത്? തട്ടിൽ പിതാവല്ലേ ഇവർ നിയമിച്ചത്? കൂരിയയുടെ അധികാര ദുർവിനിയോഗം. എന്താണ് അധികാര ദുർവിനിയോഗം? തെറ്റ് ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു, അതിക്രമിച്ച് കയറി കേസ് കൊടുത്തു. അതാണ് അധികാര ദുർവിനിയോഗം എന്നിവർ വ്യാഖ്യാനിക്കുന്നത്. വിമത വൈദികരുടെ അഴിമതിയുടെ തെളിവുകൾ മുഴുവൻ കൂരിയായുടെ കയ്യിലുണ്ട്. അതാണ് അവർക്ക് ഇത്ര വെപ്രാളം. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തെളിവുകളുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. വൈദികർ അരമനയിൽ ക്രിമിനൽ കൂരിയായെ കാണാൻ ചെന്നു. അവർ ക്രിമിനലുകളാണെങ്കിൽ നിങ്ങളെന്തിനെ കാണാൻ ചെന്നേ? കാരാഗൃഹത്തിൽ ഇല്ലേ സന്ദർശനം? കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങളെ കാണാൻ വന്നു. ആണോ? അങ്ങനെ പോയതാണോ? എന്നിട്ടാണ് ഈ വാതിലും വിട്ട് ഇടിക്കല്, ചവിട്ടല്, ആക്രോശിക്കല്, തെറി പറയല്, തുണി പൊക്കി കാണിക്കല്. കഷ്ടം. ചന്തപ്പെണ്ണുങ്ങൾ പോലും ഇത്ര മോശമായിട്ട് പെരുമാറില്ലേ വിമത വൈദികരെ? വൈദികരെ നരനായാട്ട് നടത്തിയ കൂരിയായെ പുറത്താക്കണം. അതാണ് അജണ്ട. ഈ കൂരിയായെ വെച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ അഴിമതി കേസുകൾ മുഴുവൻ പുറത്തു വരികയും മാർപ്പാപ്പ കൽപ്പിച്ച കുർബാന ചൊല്ലേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കൂരിയായെ പുറത്താക്കണം. അത് പുറത്താക്കാനുള്ള ഈ കളികളാണ് ഈ കളിക്കുന്നത് മുഴുവൻ. മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് അതോറിറ്റി, ഈ വിശദീകരണ സദസ്സുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോയിസ്റ്റുകൾക്ക് ചെയ്യുന്ന പോലെ വിശദീകരണ സദസ്സുകൾ, എന്തെല്ലാം രാഷ്ട്രീയ അജണ്ടകളാണ് ഈ വിമത വൈദികരെ ചെയ്യണേ. എന്നിട്ട് ഇതൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുന്ന മെത്രാന്മാർ ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? വിമത വൈദികരും ഇതിൻ്റെ ബന്ധപ്പെട്ട ചാർജുള്ള മെത്രാന്മാർ, തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും, ഇതെല്ലാം കണ്ടിട്ടും ഈ കുർബാനയെ അവഹേളിച്ചിട്ടൊരു അതിനെ അപലപിച്ചൊരു പ്രസ്താവന പോലും വിമതർക്കെതിരെ പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞങ്ങളൊരു വ്യത്യാസം കാണുന്നില്ല. നിങ്ങൾ ഇനി വ്യത്യാസം ഉണ്ടെന്ന് തെളിയിക്കൂ. വൈദിക വേഷധാരികൾ ജാരസന്തതികൾ. ആരാ പറയണമെന്നറിയോ? ഇത് ഏക ന്യൂസിലെ വാർത്തയാണ്. വൈദിക വേഷധാരികൾ ജാരസന്തതികൾ അറിയോ? തന്താരാണെന്ന് അറിയില്ലാന്ന്. അതാണ് ജാരസന്തതി, ഇല്ലെജിറ്റിമേറ്റ്. ആരാണ് ജാരസന്തതി എന്ന് ഞങ്ങൾ പറയണോ? പറയേണ്ട കാര്യമുണ്ടോ? അല്ലാതെ തന്നെ അറിയില്ലേ? ഈ നല്ല തന്തയ്ക്ക് പറക്കാത്തവരുടെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് അതാരാണ്? വേറെ ഏതെങ്കിലും വൈദിക വേഷധാരികളാണോ? വിമത വൈദികർ. അപ്പോൾ അവർക്കെതിരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഉദ്ദേശിച്ചത് അതല്ലെങ്കിലും. വിശുദ്ധ കുർബാന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വിശുദ്ധ കുർബാന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് പരമപരിശുദ്ധ കുർബാന എന്നാണ് കത്തോലിക്കർ പറയണേ. കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം ലോകാവസാനം വരെ നൈരന്തര്യമാക്കുന്ന, ഈ ഭൂമിയിൽ നൈരന്തര്യമാക്കുന്ന പരമപരിശുദ്ധ കുർബാന, അത് നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതാണ് ഞങ്ങളുടെ സങ്കടം, ഞങ്ങളുടെ വേദന. ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പരമപരിശുദ്ധ കുർബാനയെ അവഹേളിച്ചതിന് നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്നും ശിക്ഷ കിട്ടണമെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകശിക്ഷ കിട്ടും. ഈ ലോകത്ത് ശിക്ഷ കിട്ടിയാൽ നിങ്ങൾക്ക് നരകശിക്ഷ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടണം, ഈ ലോകത്ത് വെച്ച് ശിക്ഷ കിട്ടണം, നരകശിക്ഷ കിട്ടാതെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന തുടരും, നിങ്ങൾക്ക് നരകശിക്ഷ കിട്ടാതിരിക്കാൻ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.